نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, സർവശക്തനായ പടച്ച തമ്പുരാൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും കൃത്യത പുലർത്തി സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഴക്കാലം എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ കുളിര് പെയ്യുന്ന ഓർമ്മകളാണ് ഉണ്ടായിരുന്നത്. ആനന്ദവും ആഹ്ലാദവുമൊക്കെ മനസ്സിന് നൽകുന്ന ഒരു സന്ദർഭമായിരുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തും കുറച്ചു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. മഴ പെയ്യുന്ന ഇറയത്ത് കൈകൾ കൊണ്ട് മഴത്തുള്ളികളൊക്കെ തട്ടിത്തെറിപ്പിച്ച് കളിച്ചിക്കുന്ന കുട്ടികളെ നമുക്ക് അന്നും ഇന്നുമൊക്കെ കാണാം. മഴ പെയ്യുന്ന ഒരു കാലം നോക്കി കടലാസ് തോണികൾ ഉണ്ടാക്കി ചെറിയ ചെറിയ ഒഴുക്കുകളിലും അഴുക്ക് ചാലുകളിലുമൊക്കെ കുട്ടികൾ വളരെ സന്തോഷം പ്രകടിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഗൃഹനാഥന്മാർ, വീട്ടിലെ കുടുംബനാഥരൊക്കെ ഒരു കൈക്കോട്ടുമൊക്കെ എടുത്ത് ഒരു തൊപ്പിക്കുടയും വെച്ച് അല്ലെങ്കിൽ ഒരു ചേമ്പിൻ്റെ ഇലയും പറിച്ച് പെയ്യുന്ന മഴവെള്ളമൊക്കെ കൃഷിയിടങ്ങളിലേക്കൊക്കെ തിരിച്ചുവിട്ടിരുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരു കാലം നമ്മുടെ ഓർമ്മകളിലുണ്ട്. കർഷകരൊക്കെ ആണെങ്കിലും പെയ്യുന്ന മഴയെ വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ 1-2 വർഷങ്ങളായി മഴയെക്കുറിച്ചുള്ള നമ്മുടെ ഈ സ്വപ്നങ്ങളും കഥകളും കാഴ്ചപ്പാടുകളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവസ്ഥ വല്ലാതെ മാറിയിട്ടുണ്ട്. മഴ ഒരു പേടിയായി, ഒരു ഭീതിയായി, മനസ്സിലേക്ക് വിഷമം നിറയ്ക്കുന്ന ഒരു സന്ദർഭമായി ആളുകൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞെട്ടുന്ന കുറേ ഓർമ്മകളാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവുമൊക്കെ മഴ നമുക്ക് സമ്മാനിച്ചത് എന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ മരണവാർത്ത 100-ലധികം കടന്ന വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും.
നിരവധി പേരെ കാണാതായിട്ടുണ്ട്. കോടികളുടെ നഷ്ടമാണ് വീടിനും അതുപോലെ തന്നെ കച്ചവട രംഗത്തുമൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് ക്യാമ്പുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് എല്ലാം നഷ്ടപ്പെട്ടവരായി അവിടെ രാപ്പാർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയോ പാഠങ്ങളാണ് ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത്. ഒന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്നതാണ്. അള്ളാഹുവിൻ്റെ ഖലാഇനെയും ഖദറിനെയും ഒക്കെ മറികടക്കാൻ നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിലേക്കുള്ള മടക്കവും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനക്കും മാത്രമാണ് അള്ളാഹു നിശ്ചയിച്ച എന്തെങ്കിലും കാര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുക. നമുക്ക് ഇടപെട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മഴ തരുന്നത് അള്ളാഹുവാണ്, അത് നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്, അത് ചില സമയത്ത് പിടിച്ചു വെക്കുന്നത് അള്ളാഹുവാണ്. കോരിച്ചൊരിയുന്ന മഴ പെയ്യിക്കാൻ കഴിയുന്നവനും അള്ളാഹുവാണ്. ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നതാണല്ലോ, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുടിനീര് അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, ആരാണ് കാർമേഘ പാളികളിൽ നിന്ന് ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തന്നത്? നിങ്ങളാണോ അതിന് ഉത്തരവാദികൾ? ആരാണ് അതിന് കഴിയുന്നവൻ, അതോ നമ്മളാണോ എന്നുള്ള ചോദിക്കുന്നുണ്ട്. മഴ പെയ്യിക്കുന്നവൻ അല്ലാഹുവാണ്. അത് ശക്തി പ്രാപിച്ചാൽ അത് നിയന്ത്രിക്കാനും നമുക്ക് കഴിയില്ല. ആരാണോ മഴ പെയ്യിക്കുന്നവൻ അവന് മാത്രമേ അത് നിയന്ത്രിക്കാനും കഴിയുകയുള്ളൂ എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, അല്ലാഹുമ്മ സയ്യിബൻ നാഫിയ, പടച്ചോനെ ഉപകാരപ്രദമായ മഴ നൽകണേ. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, നമുക്ക് ആവശ്യമുള്ളതായിട്ടുണ്ട്, ഇനി ഇതില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇതിനെ വ്യാപിപ്പിക്കണേ എന്ന് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹുവിൻ്റെ ദൈവിക ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്നതാണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് റബ്ബിന്റെ പരീക്ഷണങ്ങളിൽ പെട്ട കാര്യങ്ങളാണ്. അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ്. പരീക്ഷണ ഘട്ടങ്ങളിൽ പലപ്പോഴും നമ്മൾ ദുർബലരാണ്, നിസ്സഹായരാണ്, നമ്മൾ അള്ളാഹുവിനേക്കുള്ള ആവശ്യക്കാരാണ്. അത് അള്ളാഹുവിനോട് ചോദിക്കുകയും അള്ളാഹുവിന്റെ സഹായം ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ ചെയ്യാനുള്ളത്. നോക്കൂ, നിലമ്പൂർ കവളപ്പാറയിലും പുത്തുമലയിലുമൊക്കെ എത്ര പ്രിയപ്പെട്ടവരാണ് പലർക്കും നഷ്ടപ്പെട്ടത്. ചളിക്കൂനയിൽ കൂടപ്പിറപ്പുകളെ തെരയുന്ന ആളുകളെ നമുക്ക് അവിടെ കാണാൻ കഴിയും. JCB ഉപയോഗിച്ച് അവിടെ ഓരോ മാന്തിപ്പറിച്ചെടുക്കുന്ന സന്ദർഭങ്ങളിലും ഉറ്റവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നറിയുന്നവർ തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി എൻ്റെ പ്രിയപ്പെട്ടവർ അതിലുണ്ടോ എന്ന് വലിയ പ്രതീക്ഷയോടുകൂടി അവര് നോക്കി പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നോക്കൂ, എത്രമാത്രം വേദനിപ്പിക്കുന്ന സന്ദർഭമാണ്. ഒറ്റ ദിവസം കൊണ്ട് എത്രമേൽ അവരുടെ ജീവിതത്തെ കീഴ്മേൽ മറിഞ്ഞുപോയി എന്നതാണ്. നല്ല റേഞ്ചിൽ ജീവിച്ചിരുന്ന ആളുകൾ ഇന്ന് എവിടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ആലോചിക്കേണ്ടതുണ്ട്. ഒറ്റ ദിവസം കൊണ്ട്, മണിക്കൂറുകളുടെ സമയം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരായി മാറിയിരിക്കുകയാണ് അവർ. ആർക്കും തടുക്കാനും നിയന്ത്രിക്കാനും കഴിയില്ല. ആർക്കും ഇതൊന്നും തടുക്കാനും നിയന്ത്രിക്കാനും സാധിച്ചില്ല എന്നത് നമ്മൾ ചിന്തിപ്പിക്കണ്ടേ? ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ ദുആയുമായി ബന്ധപ്പെട്ട്, ദുആക്ക് ലഭിക്കുന്ന ഉത്തരവുമായി ബന്ധപ്പെട്ട് ആരാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുക, ആരാണ് നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക എന്ന വിഷയം സംസാരിച്ചതിന് ശേഷം സൂറത്തു ഫാത്തിറിലെ 15-ാമത്തെ ആയത്ത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതിക്കേൾപ്പിച്ച ആയത്തതാണ്. അതിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, യാ യുഹന്നാസ്, മനുഷ്യരെ, യാ യുഹന്നാസ്, മനുഷ്യരെ ഒന്നടങ്കം വിളിച്ചിട്ടാ പറയണത്. മീനുകളെ എന്ന് വിളിക്കുന്ന സന്ദർഭം ഖുർആനിലുണ്ട്, വേദക്കാരെ എന്ന് വിളിച്ച സന്ദർഭം ഖുർആനിലുണ്ട്. ഇവിടെ മനുഷ്യരെ ഒത്തടങ്കം വിളിച്ച് അല്ലാഹു പറയുന്നു, യാ യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെ അള്ളാഹനെ മറന്നു പോകേണ്ടവരല്ല, നിങ്ങളെ അള്ളാഹുവിലേക്ക് കൈയുയർത്തേണ്ടവരാണ്, അള്ളാഹുവിലേക്ക് പ്രതീക്ഷ അർപ്പിക്കേണ്ടവരാണ്. നിങ്ങളൊക്കെ പാവപ്പെട്ടവരാണ്, നമ്മൾ ദുർബലരാണ് പ്രിയപ്പെട്ടവരെ, നിസ്സഹായരാണ്. അള്ളാഹുവിന്റെ സഹായമില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആരാണ് എല്ലാത്തിനും കഴിവുള്ളവൻ? ആരാണ് ധന്യനായവൻ? ആരാണ് ഐശ്വര്യ സമ്പൂർണനായിട്ടുള്ളവൻ? വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, സ്തുത്യർഹനും ഐശ്വര്യ സമ്പൂർണനുമായിട്ടുള്ളവൻ അള്ളാഹുവാണ് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നാം റബ്ബിലേക്ക് കൈ ഉയർത്തുക, നാം അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുക, നാം അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നതാണ് ഇതിനൊക്കെയുള്ള പരിഹാരം എന്ന് പറയുന്നത്. ഇത് റബ്ബുമായുള്ള ബന്ധമാണ്. മറ്റൊന്ന് ചെയ്യാനുള്ളത് സമസൃഷ്ടികളുടെ പ്രയാസങ്ങളിൽ നമ്മൾ പങ്കാളികളാവുക എന്നതാണ്. അവരുടെ കണ്ണീരൊപ്പാൻ
നമ്മൾ കൈകോർത്ത് നിൽക്കുക എന്നതാണ് പ്രിയപ്പെട്ടവരെ. ഈ രണ്ടാമത്തെ കാര്യം അതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ നിസ്സഹായതയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ ഫക്കീറുകളാണ്, ഫുഖറാക്കളാണ്, അള്ളാഹുവാണ് ഗനിയ് എന്ന് നമ്മൾ മറക്കാതിരിക്കുക എന്നതാണ്. മൂന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങളുടെ സന്ദർഭങ്ങളിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെയുള്ള വലിയ അവസരങ്ങളാണ് സമ്മാനിച്ചത്. നോക്കൂ, അത് അവിടെ സംഭവിച്ചത് കൊണ്ട് നമ്മൾ ബാക്കിയായി. ഇവിടെയായിരുന്നു സംഭവിച്ചത് എങ്കിൽ നമുക്കൊരു അവസരം ഉണ്ടാകുമായിരുന്നില്ല. അവിടെ സംഭവിച്ചതുപോലെ ഇവിടെ സംഭവിക്കുമായിരുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. പ്രിയപ്പെട്ടവരെ, നമുക്കൊരവസരം അള്ളാഹു തന്നിരിക്കുന്നു എന്നതാണ്. ഒരു സമൂഹം എന്ന നിലക്ക് വിശുദ്ധമായ ജീവിതത്തിൽ നിന്ന് വഴിമാറുമ്പോഴൊക്കെ ചില സമൂഹങ്ങളിൽ അള്ളാഹു വലിയ പരീക്ഷണങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് ചില പാഠങ്ങളെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ ചോദിക്കുന്നുണ്ട് ഒരിടത്ത്, അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ സുമ്മ ലാ യതൂബൂൻ വലാ ഹും യദക്കറൂൻ. ഖുർആൻ നമ്മളെ ചോദിക്കുകയാണ്, അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറ ഔ മറത്തൈൻ. ഓരോ വർഷത്തിലും ഒന്നോ അതിലധികമോ ഒക്കെ വലിയ പരീക്ഷണങ്ങളെ നിങ്ങളെ ബാധിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അങ്ങനെ പരീക്ഷണങ്ങൾ സംഭവിക്കുന്നത് നിങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ലേ? എന്നിട്ടോ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലോ സുമ്മലായ തൂബൂന, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇതെനിക്ക് സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ എന്താണ് പരിഹരിക്കേണ്ടത്? ഞാൻ എങ്ങനെയാണ് നന്നാകേണ്ടത്? എന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് തിരുത്തേണ്ടത്? എന്റെ റബ്ബിനോട് എന്തൊക്കെ പറഞ്ഞാണ് ഞാൻ പരിഹരിക്കേണ്ടത് എന്നെന്താണ് അവൻ ചിന്തിക്കാത്തത്? വലാഹും യദ്ദക്കറൂൻ, അവരിതിനെപ്പറ്റി ഒന്നും ആലോചിക്കണില്ലേ, ചിന്തിക്കുന്നില്ലേ എന്ന് ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനാണ് അള്ളാഹു ഇവിടെ നമ്മളോട് പറയുന്നത്. തിന്മകൾക്കെതിരെ പ്രതികരിക്കാനാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. അങ്ങനെ ഒരു ഉമ്മത്ത് നിലനിൽക്കണം, അല്ലെങ്കിൽ വലിയ പരീക്ഷണങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഖുർആൻ നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. ഇപ്പൊ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇത് ആലോചിക്കാനും ചിന്തിക്കാനും നമുക്ക് പഠിക്കാനും പാഠം ഉൾക്കൊണ്ട് നന്നായി ജീവിക്കാനും ഒക്കെയുള്ള വലിയ അവസരമാണ് എന്നത് മറക്കാതിരിക്കുക. നാലാമതായി ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരുപാട് പ്രവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലെ? പ്രവചിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. നാളെ എന്ത് സംഭവിക്കും, മറ്റന്നാൾ എന്ത് സംഭവിക്കും, നിങ്ങളുടെ കൈകൾ നോക്കി, കൈരേഖകൾ നോക്കി വരെ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ സുഭിക്ഷതയാണോ പ്രയാസങ്ങളാണോ എന്തൊക്കെ സംഭവിക്കുമെന്നൊക്കെ പ്രവചിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. പക്ഷെ ഈ അപകടം ആരും പ്രവചിച്ചില്ല. അവിടെ നിലമ്പൂര് ഭാഗത്ത് എന്ത് സംഭവിക്കുമെന്ന് ആരും പ്രവചിച്ചില്ല. വയനാട് എന്ത് സംഭവിക്കുമെന്ന് പ്രവചിച്ചില്ല. കാലാവസ്ഥ നിരീക്ഷകർ പോലും ചില കണക്കുകൂട്ടലുകൾ പ്രവചിച്ചു. പക്ഷേ പലതും കണക്കുകൂട്ടലുകൾ തെറ്റലാണ് പതിവ്. പലതും ചിലതിപ്പോൾ ശരിയാകാറുണ്ട്. അതൊക്കെ ചില അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ്. പക്ഷെ നാളെ കൃത്യമായി ഇന്ന സ്ഥലങ്ങളിൽ ഇന്നത് സംഭവിക്കാൻ പോകുന്നു എന്ന് ആർക്കാണ് പറയാൻ കഴിയുക? ആർക്കും അതിന് സാധിച്ചില്ല, ആർക്കും അതിന് സാധിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദൃശ്യമായ കാര്യങ്ങൾ, ഗൈബിയായ കാര്യങ്ങൾ, നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നാളെ നിങ്ങൾക്ക് എന്ത് സമ്പാദിക്കാൻ കഴിയും, നാളെ നിങ്ങൾ എന്തൊക്കെ പ്രവർത്തിക്കും, നാളെ നിങ്ങളുടെ ജീവൻ ഉണ്ടാകുമോ, മരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ മരണം എവിടെ വെച്ച് സംഭവിക്കുമെന്ന് പോലും ഒരാൾക്കും പ്രവചിക്കാൻ കഴിയില്ല എന്നത് വിശ്വാസികൾ എന്ന നിലക്ക്, മുഅ്മിനുകൾ എന്ന നിലക്ക്, ഒരു മുസ്ലിം ഉമ്മത്ത് എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ അത് കൃത്യമായി പറഞ്ഞു, റസൂലിനോട് പറഞ്ഞു, പഠിപ്പിച്ചു കൊടുക്കും പ്രവാചകരെ. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ്, അൽ ഗൈബ ഇല്ലല്ലാഹ്. പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുമൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ, നിഗൂഢമായി മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആർക്കും അറിയില്ല. അൽ ഗൈബ ഇല്ലല്ലാഹ്, അദൃശ്യ കാര്യങ്ങൾ അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല എന്നത് കൃത്യമായി അള്ളാഹ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തെ അപകടപ്പെടുത്തുന്ന ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ ഗൈബ് എന്ന് പറയുന്നത്. അള്ളാഹുവിനല്ലാതെ മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്ന് ഖുർആൻ ഒരു സംശയവുമില്ലാതെ പ്രവാചകനോട് മാനവ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം അപകടങ്ങളെ കുറിച്ച്, ഇത്തരം നമ്മുടെ പ്രതീക്ഷകളെ കുറിച്ച്, നമുക്ക് നാളെ സംഭവിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയുമായിരുന്നെങ്കിൽ ആളുകൾക്ക് ഇതൊരു നല്ല അവസരമായിരുന്നു. തങ്ങളുടെ ദിവ്യത്വത്തെ, നമ്മുടെ ദൈവത്വത്തെ ഒക്കെ അടയാളപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ല സമയമായിരുന്നു ഈ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ്. പക്ഷെ ആർക്കും സാധിച്ചില്ലല്ലോ.
അള്ളാഹു മഹാനാണ്, അള്ളാഹു അക്ബറാണ് എന്ന് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് ഈ അദൃശ്യമായ ജ്ഞാനത്തെക്കുറിച്ച് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല എന്നതാണ്. മാത്രമല്ല 72-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വചനത്തിൽ അള്ളാഹു ഇത് കൂടി പറഞ്ഞു, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. അള്ളാഹുവിന്റെ അടുക്കലുള്ള ഗൈബ്, അദൃശ്യജ്ഞാനം എന്ന് പറയുന്നത് അള്ളാഹു ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. ആർക്ക് മാത്രം കൊടുക്കും? വഹീ മുഖേന ദൈവദൂതന്മാർക്ക് അതത് സന്ദർഭങ്ങളിൽ ആവശ്യമുള്ള കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുക്കുമെന്നല്ലാതെ മറ്റൊരാൾക്കും അത് അറിയിച്ചു കൊടുക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി എന്ന നിലക്ക്, മുഅ്മിനുകൾ എന്ന നിലക്ക് ഈ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. ഒന്ന്, ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. രണ്ട്, ഇത് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ്. അവിടെ നമ്മളുടെ ദുർബലത, നിസ്സഹായത നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ ശ്രമിക്കുക, ഇത്തരം പാഠങ്ങളെ മനസ്സിലാക്കി നമ്മൾ നന്നാവാൻ ശ്രമിക്കുക എന്നതാണ്. ഇത്തരം പ്രവചനങ്ങൾക്ക് വലിയ വലിയ വാർത്തകൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗൈബ് എന്ന വിഷയം അള്ളാഹുവിൽ നിക്ഷിപ്തമാണ് എന്നതാണ്. ഇത്തരം 4 കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, ഇത്തരം സന്ദർഭങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കൂടെയുള്ളവരോട് കരുണ കാണിക്കുക എന്നതാണ്. കൂടെയുള്ളവരോട് കരുണ കാണിക്കുക എന്നതാണ്. അത് നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കണം. മാത്രമല്ല, ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ അതിന്റെ 2ാം ഘട്ടവും 3ാം ഘട്ടവും ഒക്കെ ചിലപ്പോൾ നിർവഹിക്കേണ്ടി വരും. അവിടെ പോത്തുകല്ലും അതുപോലെ നിലമ്പൂരിന്റെ മറ്റു പ്രദേശങ്ങളും വയനാട് ഈ അപകടമുണ്ടായ അതിന്റെ പ്രാന്ത പ്രദേശങ്ങളുമൊക്കെ സന്ദർശിച്ച ആളുകൾക്കറിയാം എത്രമാത്രം സമയമെടുത്താണ് അവിടെയൊക്കെ പുനരധിവാസം സാധ്യമാവുക എന്ന്. ഭക്ഷണമൊക്കെ ഇപ്പോൾ ക്യാമ്പുകളിൽ ലഭിക്കുന്നുണ്ട്, പക്ഷേ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നവർക്ക് പല്ല് തേച്ചുകൊണ്ടിരിക്കുന്ന ബ്രഷ് പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഒരു വസ്തുത. വളരെ നിസ്സാരമായ ഒരു സംഗതിയാണ് നമ്മൾ ആലോചിക്കുമ്പോൾ. പക്ഷെ അതുപോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് വീടുകളിലൊക്കെ. വീട് നിന്നിടത്തുള്ള ചുറ്റുവട്ടങ്ങളിലൊക്കെയുള്ള മണ്ണുകളൊക്കെ ഒലിച്ചു പോയിരിക്കുന്നു. ഒരു ഭാഗത്ത് പുഴയുടെ തീരപ്രദേശങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ മണ്ണൊക്കെ ഒലിച്ചുപോയി. വലിയ വലിയ മരങ്ങളും അതുപോലെയുള്ള മാലിന്യങ്ങളും ഒക്കെ വീട്ടിലൊക്കെ കയറിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മണ്ണിടിഞ്ഞ് വഴിയോരങ്ങളൊക്കെ തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളാണുള്ളത്. വീടൊക്കെ വലിയ മണ്ണിന്റെയും ചളിക്കൂനകളുടെയും ഗോഡൗണുകളായി മാറിയിട്ടുണ്ട്. കരൾ പൊട്ടിപ്പോകുന്ന സാഹചര്യങ്ങളാണ് അവിടെയൊക്കെ ഉള്ളത്. ഒരുപാട് ആളുകൾ അവിടേക്ക് സന്ദർശിക്കുകയും സേവനമൊക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട്. പക്ഷേ നിസ്സഹായരായി തലയിൽ കയ്യും വെച്ച് താടിക്ക് കയ്യും കൊടുത്ത് വളരെ പ്രയാസപ്പെട്ട് ഇരിക്കുന്ന കുടുംബങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, 1ാമത്തെ ഘട്ടത്തിലൊന്നും അത് പൂർത്തിയാക്കാൻ കഴിയില്ല. 2ാം ഘട്ടവും 3ാം ഘട്ടവും ഒക്കെ നമ്മൾ സാധ്യമായ സഹായമൊക്കെ ചെയ്താൽ മാത്രമേ അവരെ പഴയ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയൂ എന്നതാണ്. അതുകൊണ്ട് ഖുർആൻ കൃത്യമായി നമ്മൾ ഓർമ്മിപ്പിച്ചു, റസൂൽ പഠിപ്പിച്ചല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നമ്മുടെ ഈമാൻ പരിശോധിക്കപ്പെടുന്ന സന്ദർഭമാണ്. ഒരാളുടെയും ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്നില്ല, ഒരാളുടെ വിശ്വാസം പൂർണ്ണമാകുന്നില്ല, നിങ്ങളൊക്കെ വിശ്വാസികളാകുന്നില്ല എന്ന് ഖുർആൻ പറഞ്ഞു, ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ഈ സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്താണോ ഇഷ്ടപ്പെടുന്നത്, എനിക്ക് ഭക്ഷണം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു, വസ്ത്രമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു, മഴ പെയ്യുമ്പോൾ എന്റെ കൂരക്ക് ചുവട്ടിൽ സുരക്ഷിതമാകണമെന്ന് ആഗ്രഹിക്കുന്നു, എന്തൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇപ്പോ അത്തരം ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ സഹോദരങ്ങൾക്കുണ്ട്. അതുപോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ആഗ്രഹങ്ങൾ പോലെ അത് മറ്റുള്ളവരെ ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് പണിയെടുക്കുന്നവനെ കുറിച്ചാണ് ഇവിടെ ഓർമ്മിപ്പിച്ചത്. അവന്റെ വിശ്വാസം പൂർത്തിയാക്കണമെങ്കിൽ അവന്റെ മേലുള്ള നമ്മുടെ ബാധ്യത പൂർത്തീകരിക്കപ്പെടണം. സാധ്യമായതൊക്കെ നമ്മൾ ചെയ്യുക എന്നതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അല്ലാഹു ഒരു അടിമയെ സഹായിക്കും, അവന്റെ സഹോദരന്റെ സഹായം എന്താണ് അവൻ ആവശ്യമുള്ളത് അത് പൂർത്തീകരിച്ചു കൊടുക്കുന്ന ഒരടിമയുടെ വിഷയത്തിൽ അള്ളാഹു അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമെന്നാണ്. അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ലേ? നമ്മുടെ സങ്കടങ്ങൾ നിവർത്തിച്ചു തരണമെന്ന് നമുക്ക് ആഗ്രഹമില്ലേ? നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയണമെന്ന് നമുക്ക് ആഗ്രഹമില്ലേ? പ്രിയപ്പെട്ടവരെ, അത് നടക്കണമെങ്കിൽ നമ്മുടെ സഹോദരന്റെ വേദനകളിൽ നമ്മൾ ഉണ്ടാകണം. അവനാവശ്യമുള്ള സഹായങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കണം. ഖുർആൻ അതാണ് പറഞ്ഞത്, തആവനു അലൽ ബിർരി വത്തഖ്വ. നന്മയിൽ നിങ്ങൾ പുണ്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക. അവിടെ ജാതി നോക്കേണ്ടതില്ല, അവിടെ മതം നോക്കേണ്ടതില്ല. ആരാണോ നന്മയിൽ മത്സരിക്കാൻ തയ്യാറാകുന്നത് അവനോട് കൈകൾ ചേർത്ത് നിന്ന്
നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രയാസപ്പെട്ടവരെ സഹായിക്കേണ്ടതുണ്ട്. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ പാപത്തിലും ശത്രുതയിലും ഒന്നും നിങ്ങൾ സഹകരിക്കേണ്ടതില്ല. ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു. നന്മയുടെ മേഖലയിൽ നമുക്ക് മത്സരിക്കാനുള്ള അവസരമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. ആ നിലക്കുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരീക്ഷണ ഘട്ടങ്ങളിൽ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ബാധ്യതകൾ, നമ്മുടെ കടപ്പാടുകൾ എന്താണ് എന്നതാണ് സൂചിപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ അടുക്കലേക്ക് സഹായം ചോദിച്ചു വരുന്നവൻ്റെ കൈകൾ നിങ്ങൾ തട്ടി മാറ്റാതിരിക്കുക, അവൻ ആട്ടി ഓടിക്കരുത് എന്നതാണ്. ചോദിച്ചു വരുന്നവൻ്റെ നിലവിളികൾ നമ്മളിവിടെ കേൾക്കുന്നില്ല എന്നോളൂ, നേരിട്ട് അനുഭവിക്കുന്നില്ല എന്നോളൂ. അവർ അവിടെ കൈകൾ നീട്ടി യാചിക്കുന്ന അതുപോലും സാധിക്കാത്തൊരു മാനസികാവസ്ഥയിലാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച വചനങ്ങൾ ഇവിടെ നമ്മളോടാണ് സംസാരിക്കുന്നത്. ഇതിൽ നമ്മളുടെ ഇടപെടലുകൾ ഉണ്ടാകണം എന്നതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ മദീന കാലഘട്ടത്തിൽ ഒരു ദിവസം ഒരു സംഭവത്തെ റിപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു തആല അൻഹു വിശന്ന് പൊരിഞ്ഞ് വല്ലാതെ ഒട്ടിയ വയറുമായി വിശന്ന് മദീന പള്ളിയെ ലക്ഷ്യമാക്കി നടന്നു പോവാണ്. മദീന പള്ളിയിൽ ആരെങ്കിലും ഉണ്ടാകും, ആരോടെങ്കിലും വല്ല വിഭവങ്ങളും ചോദിക്കാം എന്ന നിലക്കാണ് പുറപ്പെടുന്നത്. എല്ലാവരും പട്ടിണിയിലാണ്, ഒരു ക്ഷാമ കാലഘട്ടമാണത്, വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അദ്ദേഹം ആരെയും കാണാതിരിക്കുമുണ്ട്. അവിടേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരും. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു, അല്ലയോ അബൂബക്കർ, നിങ്ങൾ ഈ സമയത്ത് എന്തിനാണ് പുറത്തിറങ്ങിയത് എന്ന്. അദ്ദേഹം പറഞ്ഞു, വിശന്നിട്ട് വയ്യ, വല്ലാതെ വിശപ്പനുഭവിച്ചു, എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി പുറപ്പെട്ടതാണ് എന്ന്. ഉമറിനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ഉമർ, താങ്കൾ എന്തിനാണ് പുറപ്പെട്ടത് എന്ന്. അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു, താങ്കൾ എന്ത് ആവശ്യത്തിനാണോ പുറപ്പെട്ടത്, അതിനാണ് പ്രിയപ്പെട്ട അബൂബക്കർ ഞാനും പുറപ്പെട്ടത് എന്നതാണ്. ഇവർ രണ്ടാളും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് വരുന്നത്. റസൂലിനെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമായി. അല്ല റസൂലെ, അത്യുഷ്ണമുണ്ട്, വല്ലാതെ ക്ഷാമം ബാധിച്ചിട്ടുണ്ട്, പ്രയാസപ്പെട്ട സന്ദർഭമാണ്, ഈ സമയത്ത് അങ്ങ് എന്തിനാണ് പുറപ്പെട്ടത് എന്ന്. റസൂൽ പറഞ്ഞു, വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, വലിയ വിശപ്പിന്റെ നിലവിളി കൊണ്ട് പോന്നതാണ് എന്ന്. അങ്ങനെ അവര് എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി സ്വഹാബികൾക്കിടയിലൂടെ ഇങ്ങനെ അന്വേഷിച്ചു പോവാണ്. അപ്പോഴാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. ഭാര്യയോട് ചോദിക്കും, ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒന്നുമില്ല, അല്പം പാൽക്കട്ടി മാത്രമേ ബാക്കിയുള്ളൂ. അബൂ അയ്യൂബുൽ അൻസാരി അവരെ വീട്ടിലിരുത്തിയിട്ട് പുറത്തിറങ്ങിയാണ്. എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ച് പോയി അവിടെ ചുറ്റുവട്ടത്ത് കെട്ടിയിട്ടിരുന്ന ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ച് അറുത്ത് കൊണ്ടുവരികയാണ്. അറുത്ത് അല്പം മാംസമായിട്ട് വീട്ടിലേക്ക് ഓടി വരികയാണ്. എന്നിട്ട് അവിടെ ഭക്ഷണമുണ്ടാക്കി അവർക്ക് വേണ്ടി സൽക്കാരം കൊടുത്ത് അവർക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ ഒരുക്കുകയാണ്. കുറച്ചേ കിട്ടിയിട്ടുള്ളവർക്ക് ശരിക്കും ആ സമയത്ത് റസൂലുള്ളാഹി അവർ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ ഇവർ ഭക്ഷണം കഴിക്കുന്നത് കൺകുളിർക്കെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിയും അവരോടൊപ്പം ചേർന്ന് ഭക്ഷണം കഴിച്ചു. വയറ് നിറഞ്ഞില്ല അവർക്ക്, പക്ഷേ അല്പം ആശ്വാസമായി. അവർ കഴിച്ച് ഹംദും ചൊല്ലി ശുക്റും ചൊല്ലി പുറത്തിറങ്ങുമ്പോൾ റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോക്കി പറയുന്നുണ്ട്, ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഉമർ, ഈ അനുഭവിച്ച സന്തോഷം ഉണ്ടല്ലോ, ഇപ്പൊ അനുഭവിച്ച സുഖമുണ്ടല്ലോ, നിങ്ങളിപ്പോ കഴിച്ച ഭക്ഷണമുണ്ടല്ലോ, ഈ അനുഗ്രഹമുണ്ടല്ലോ, നാളെ റബ്ബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് റസൂലുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നോക്കൂ, എത്രമാത്രം ഭക്ഷണവും എത്രമാത്രം സുഖങ്ങളും ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ നാളെ കണക്ക് വെക്കേണ്ട ഒരു ദിവസം വരാനുണ്ട് എന്നതാണ്. ആ കണക്ക് പുസ്തകത്തിലെ കണക്കുകൾ പരിഹരിക്കപ്പെടണമെങ്കിൽ ഇന്നതില്ലാത്തവർക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രവാചകൻ ഓർമ്മിപ്പിച്ച ഒരു ദിവസം നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്താണ് കൊണ്ടുവന്നത്? ഔഷാദ് എന്ന ഒരു ചെറുപ്പക്കാരൻ വലിയ വൈറലായി സോഷ്യൽ മീഡിയയിൽ. മതമാണ് അദ്ദേഹത്തെ വളർത്തിയത് എന്നതിൽ ആർക്കാണ് തർക്കം? മതം ചെറുപ്പകാലങ്ങളിൽ മദ്രസകളിൽ നമ്മൾ പഠിക്കുന്ന ചരിത്രങ്ങളാണ്, പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും സഹായ മനസ്സിന്റെ ചരിത്രങ്ങളൊക്കെ. ഇതൊക്കെ ആ പുസ്തകങ്ങൾ ഉള്ളിൽ ഉറങ്ങിക്കിടക്കാനുള്ളതല്ലല്ലോ,
ജീവിതത്തിൽ അത് ജീവിക്കുന്ന ഉദാഹരണങ്ങളാകണം. നൗഷാദ് നോക്കൂ, തെരുവോരങ്ങളിൽ കച്ചവടം ചെയ്ത മനുഷ്യനാണ്. ആളുകൾ വലിയ വലിയ ഷോപ്പിംഗ് മാളുകൾ കയറിയിറങ്ങി വസ്ത്രം ചോദിച്ചു, ആരും ഒന്നും കൊടുത്തില്ല. ചില പ്രവർത്തകർ ചെന്ന് നൗഷാദിനോട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അല്ലെ. കയ്യിലുണ്ടായിരുന്ന ചാക്കുകെട്ടിൽ നിറയെ സ്നേഹം വാരിക്കൊടുത്ത് സേവനം ചെയ്തു കൊടുത്ത് തന്റെ ഭാണ്ഡക്കെട്ട് മുഴുവൻ അവരുടെ കൈകളിലേക്ക് കൈമാറി തന്റെ റോഡ് സൈഡിൽ വിൽക്കുന്ന വസ്ത്രങ്ങൾ ഒതുക്കി വെച്ചിരുന്ന ഗോഡൌണിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. അവിടെയുള്ള ഗോഡൌണിലുള്ള വസ്ത്രങ്ങൾ മുഴുവൻ അവർ ചാക്കുകെട്ടിലാക്കി ഈ പ്രളയ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ എന്താണ് അദ്ദേഹത്തിന് സമ്പാദ്യമായിട്ടുള്ളത്? തെരുവുകളിൽ നിന്ന് വിറ്റുകിട്ടുന്ന ഒരു ദിവസത്തെ ഭക്ഷണം വാങ്ങാനുള്ള വിഭവം കിട്ടുമായിരിക്കും. പക്ഷെ അതുപോലും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി വഴിമാറ്റി കൊടുക്കണ മനസ്സുണ്ടല്ലോ. മതം ഉൾക്കൊള്ളുന്നവർക്ക് സാധിക്കേണ്ടതും അതാണ്. മതത്തിന്റെ ബാഹ്യരൂപങ്ങൾ പുറത്തിങ്ങനെ കെട്ടിവെച്ചത് കൊണ്ട് മാത്രമായില്ല, മനസ്സ് നന്നാവുകയും മനസ്സ് ഇത്തരം ഇടപെടലുകൾക്ക് സാധ്യമാവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനാകുന്നത്. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ സാധിച്ചത് എന്ന്. അദ്ദേഹം പറയുന്ന ഒരു വാക്ക് വലിയ പാഠമാണ് നമുക്ക് പകർന്നു നൽകുന്നത്. ഞാൻ വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, ഞാൻ വരുമ്പോൾ എൻ്റെ കൈകൾ ശൂന്യായിരുന്നു, ഇനി പോകാനുള്ളതും വെറും കൈയോടെയാണ് പോകാനുള്ളത്. അതിനിടയിൽ എൻ്റെ കൈകളിൽ വന്നു ചേർന്നത് ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടിരുന്നെങ്കിൽ അത് മതി എനിക്ക് എന്ന് പറയുന്ന വാക്ക്, ആ ഒരു മനസ്സുണ്ടല്ലോ, അത് ഭയങ്കര മനസ്സാണ് പ്രിയപ്പെട്ടവരെ. അവിടേക്ക് നമ്മൾ വളരണമെന്ന് മതം ആഗ്രഹിക്കുന്നുണ്ട്, പടച്ചവൻ ആഗ്രഹിക്കുന്നുണ്ട്, റസൂൽ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. സാധ്യമാകുമോ എന്ന് പരിശോധിക്കപ്പെടുന്ന സന്ദർഭങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ ജീവൻ ബാക്കിയാക്കിയത് മറ്റുള്ളവന്റെ ജീവിതം രക്ഷപ്പെടുത്താനായിരിക്കും എന്നത് നമ്മൾ മറന്നു പോകരുത്. റസൂൽ ഒരിക്കൽ പറഞ്ഞല്ലോ, ലഖദ് ലഹിഖല്ലാഹു ഔ അജബ. റസൂൽ പറഞ്ഞു, അള്ളാഹു ചിരിച്ചിരിക്കുന്നു. അള്ളാഹു ഒരിക്കൽ ചിരിച്ചു അത്രേ. എന്താ സംഭവം? റസൂലുള്ളാഹിന്റെ അടുക്കല് ഒരു സഹാബി വന്നു, എന്നിട്ട് പറഞ്ഞു, വിശക്കുന്നു പ്രവാചകരെ, ഒന്ന് എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? റസൂൽ ചോദിച്ചു, ആരാണ് ഈ സഹോദരനെ സഹായിക്കാനുള്ളത്? ഒരു സഹോദരൻ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭാര്യയോട് ചോദിച്ചു, എന്താ വിഭവം ഉള്ളത്? റസൂലുള്ളാഹിന്റെ അതിഥിയുമായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് എന്ന്. പ്രവാചകൻ പറഞ്ഞയച്ച അതിഥിയാണ്, മാന്യമായി സൽക്കരിക്കണം. അവർ പറഞ്ഞു, ഇവിടെ നമുക്ക് പോലുമുള്ള ഭക്ഷണമില്ല, നമ്മുടെ മക്കൾക്ക് 2 കുട്ടികൾക്കുള്ള അല്പം വിഭവം മാത്രമാണ് ഇവിടെ ഉള്ളത്, എന്താണ് ചെയ്യാം? അവർ പുഞ്ചിരിച്ചുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഉള്ള ഭക്ഷണമൊക്കെ ഒരുക്കി എടുത്തു വെക്ക്, വിളക്ക് നന്നായിട്ട് കത്തിക്ക്, മക്കളെ പതുക്കെ കിടത്തി ഉറക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. മക്കളെ പോയി ഉറക്കാൻ വേണ്ടി പറയാണ്. അവർ മക്കളെ കിടത്തി ഉറക്കി, വിളക്ക് കത്തിച്ചു, ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ചു. എന്നിട്ട് എല്ലാവർക്കും പ്ലേറ്റ് എടുത്ത് വെച്ച് ഒന്നിച്ചവർ ഇരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ ഒരു തളികയിൽ ചുറ്റും ഇരിക്കുകയാണ്. എന്നിട്ട് ഈ സഹോദരൻ വിരുന്നുകാരനെ ഇരുത്തി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ വിളക്കണക്കാണ് പ്രിയപ്പെട്ടവരെ. ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിച്ചു അവർ. വിരുന്നുകാരനായി വന്ന മനുഷ്യന്റെ വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. അവിടെ തങ്ങി അദ്ദേഹം പിറ്റേന്ന് യാത്ര പോയി. വലിയ സന്തോഷത്തോടു കൂടി പ്രവാചകന് വഹി ലഭിച്ചു. പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സഹോദരന്റെ വിഷയത്തിൽ പുഞ്ചിരി തൂകിയിരിക്കുന്നു. ലഖദ് ലഹിഖല്ലാഹ്, അല്ലാഹു പുഞ്ചിരിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത സേവനത്തിന്റെ പേരിൽ റബ്ബ് എന്നാണ് നമുക്ക് വേണ്ടി ഒന്ന് ചിരിക്കുക, റബ്ബ് എന്നാണ് നമ്മുടെ മേലൊന്ന് തൃപ്തി അടയുക. നമുക്കുള്ള അവസരങ്ങളാണ് മുന്നിലുള്ളത് എന്ന് നമ്മൾ അറിയുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നൽകുന്ന വസ്തുക്കളാവട്ടെ, നമ്മുടെ സമ്പാദ്യമാവട്ടെ, എല്ലാം നല്ലതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ചാൻസ് നോക്കി അനാവശ്യമായി വീട്ടിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്ന വസ്തുക്കളൊക്കെ പുറലോകത്തെത്തിക്കുന്ന ആളുകളുണ്ട്. എത്ര വൃത്തികെട്ട മനസ്സാണ് അവരുടേതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഉടുക്കാൻ മറുതുണിക്ക് ഒന്നുമില്ലാതിരിക്കുന്ന പാവങ്ങൾക്ക് നല്ലതാണ് കൊടുക്കേണ്ടത്. വീട്ടിൽ നല്ലതുണ്ടെങ്കിൽ അത് കൊടുക്കുക, നന്നാക്കി കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുക്കുക എന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വലിയ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നാടിനെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ വല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ സഹോദരങ്ങൾക്ക് അവർക്ക് എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് കരകയറാനുള്ള തൗഫീക്ക് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും നീ നൽകണേ റഹ്മാനെ. പരിക്ക് പറ്റിയവർ, ആശുപത്രിയിലുള്ളവർ, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സേവന നിരതരായി ദാനധർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നവരായി
നമ്മുടെ സമ്പത്തിന്റെ സ്വത്തിന്റെ നീ നൽകിയ അനുഗ്രഹങ്ങൾ പങ്കുവെക്കാനുള്ള വലിയ മനസ്സിന്റെ വിശാലമായ മനസ്സിന്റെ ഉടമകളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ തലമുറയെയും ഒക്കെ നീ മാറ്റിയെടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കരകയറാനുള്ള ഈമാനും ക്ഷമയുമൊക്കെ ഞങ്ങൾക്കും അവർക്കുമൊക്കെ നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, രഹസ്യവും പരസ്യവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ നീ വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്തു പോയ അപരാധം കൊണ്ട്, ഞങ്ങളുടെ ഭാഗത്ത് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ കൊണ്ട്, ഹറാമുകൾ കൊണ്ട്, പ്രിയപ്പെട്ട അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ഈ പോരായ്മകൾ കൊണ്ട് കഠിനമായ പരീക്ഷണങ്ങളിൽ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. വലിയ പ്രതിസന്ധികൾ ഞങ്ങളെ നീ അനുഭവിപ്പിക്കല്ല റഹ്മാനെ. കാലവിപത്തുകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ധാരാളം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി വിഷമിക്കുന്നവരുണ്ട്, ദുആക്ക് വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവെ, എല്ലാവർക്കും നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, കണിശമായ നിന്റെ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ സദുദ്ദേശങ്ങളെ നീ സഫലമാക്കി തരണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ സദത്തുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ അമൽ സാലിഹാത്തുകൾ നീ കബൂൽ ചെയ്യണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ادخلنا الجنة مع الأبرار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم رب الناس، اللهم رب الناس اذهب البأس اشفي أنت الشاف لا شفاء إلا شفاؤك شفاء لا يغادر سقما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.